പാശ്ചാത്യ ബഹിരാകാശ നിരീക്ഷകർ 15 വർഷം മുമ്പ് കണ്ടെത്തിയ ബക്കീബോളുകൾ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST ഉപയോഗിച്ച് ഇവയുടെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളും സമ്പന്നമായ വിവരങ്ങളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഫുട്ബോളിന്റെ ആകൃതിയുള്ള ഈ തന്മാത്രകൾ ബഹിരാകാശത്തുണ്ടെന്ന് കണ്ടെത്തിയത് ജാൻ കാമിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. പുതിയ കണ്ടെത്തലുകൾക്കായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് JWST ഉപയോഗിച്ചുള്ള ഡാറ്റയാണ് ഗവേഷകർ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബക്കീബോളുകളുടെ ബഹിരാകാശത്തെ സാന്നിധ്യം കണ്ടെത്തിയതിന് ഒരു ചരിത്രമുണ്ട്. 2010-ൽ നാസയുടെ സ്പിറ്റ്സർ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ജാൻ കാമിയും സംഘവും ബക്കീബോളുകൾ ആദ്യമായി കണ്ടെത്തിയത്. ഈ അതിശയകരമായ കണ്ടെത്തലുണ്ടായത് 10,000 പ്രകാശവർഷമകലെ അരനക്ഷത്രസമൂഹത്തിലെ TC1 എന്ന പ്ലാനറ്ററി നെബുലയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ ബക്കീബോളുകൾ എന്നറിയാമോ? 60 കാർബൺ ആറ്റങ്ങൾ കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ള തന്മാത്രകളാണ് ഇവ. ഇവയ്ക്ക് ഫുട്ബോളിന്റെ ആകൃതിയാണുള്ളത്. 1985-ൽ സർ ഹാരി ക്രോട്ടോയാണ് ഇവ ആദ്യമായി നിർമ്മിച്ചത്. ഈ കണ്ടുപിടുത്തം 1996-ലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്തു. പ്രശസ്ത വാസ്തുശില്പി ബക്മിൻസ്റ്റർ ഫുള്ളറുടെ പേരിലാണ് ഇവയ്ക്ക് ബക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പേരിട്ടത്. ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ടീം അവരുടെ ശ്രദ്ധ TC1 നെബുലയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. JWSTയുടെ മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെന്റ് മീരി ഉപയോഗിച്ച് TC1 നെബുലയുടെ ആദ്യ വിശദമായ ദൃശ്യം അവർ പകർത്തി. ഫലം അതിമനോഹരമാണ്. പുതിയ ചിത്രം സൂക്ഷ്മമായ രശ്മികൾ, നേരിയ ഫിലമെന്റുകൾ, വാതകത്തിന്റെ തിളക്കമുള്ള ഷെല്ലുകൾ എന്നിവയെല്ലാം വെളിപ്പെടുത്തുന്നു. ഈ പുതിയ ചിത്രം TC1 നെബുലയെക്കുറിച്ച് മുമ്പ് അറിയാമായിരുന്നതിലും എത്രയോ അധികം വിവരങ്ങളാണ് നൽകുന്നത്. ചിത്രങ്ങൾ മാത്രമല്ല, നെബുലയിലുടനീളമുള്ള വാതകങ്ങളുടെയും തന്മാത്രകളുടെയും വിശദമായ രാസ ഫിംഗർപ്രിന്റുകളും സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റ JWST നൽകുന്നു. ഈ ഡാറ്റ നെബുലയുടെ ഘടനയെക്കുറിച്ചും ബക്കീബോളുകൾ എന്തിനാണ് ഇത്രയും തിളങ്ങുന്നതെന്നതിനെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ച നൽകുന്നു. പുതിയ വിവരങ്ങളിൽ നിന്ന് ബക്കീബോളുകളുടെ ത്രിമാന വിതരണവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബക്കീബോളുകൾ നെബുലയിൽ അലക്ഷ്യമായി ചിതറിക്കിടക്കുന്നതിനു പകരം കേന്ദ്ര നക്ഷത്രത്തെ ചുറ്റിയുള്ള നേർത്ത ഗോളാകൃതിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സൂക്ഷ്മമായ പൊള്ളയായ ഗോളങ്ങൾ ഒരു വലിയ പൊള്ളയായ ഗോളത്തിന്റെ രൂപത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് കൗതുകകരമാണ്. ഈ വിവരങ്ങൾ വരും വർഷങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.